ഹായ്, ഞാൻ സബിൻ സലീം, വാഹനപ്രേമികളുടെ സ്വന്തം ചാനലായ കേരള മെക്കാനിക്കിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ നേരത്തെ ലാൻസറിൻ്റെ എഞ്ചിനെ പരിചയപ്പെട്ടിരുന്നു. ഇനി നമുക്ക് ലാൻസറിൻ്റെ ടൈമിംഗ് എന്നിട്ടാലോ, അതായത് ഈ ഒരു വാഹനത്തിൻ്റെ ടൈമിംഗ് ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ആ സേതുവാണ് നമ്മളൊന്ന് സഹായിക്കുന്നത്. സേതുവേ, അപ്പോൾ നമുക്ക് നമ്മൾ ഈ ഒരു ലാൻസറിൻ്റെ എഞ്ചിൻ്റെ ടൈമിംഗ് എങ്ങനെയാണ് ഇടുന്നതെന്ന് നോക്കാം. ഇതിപ്പം ടൈമിംഗ് ബെൽറ്റാണ് വരുന്നത്. നേരത്തെ വീഡിയോയിൽ പറഞ്ഞ കണക്ക് തന്നെ ഇതിൽ ടൈമിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിൽ മിസ്സിങ്ങോ പ്രശ്നങ്ങളോ കാര്യങ്ങളോ വന്നാൽ, അതായത് ടൈമിംഗ് ഇടുന്നതിൽ എന്തെങ്കിലും അബദ്ധങ്ങളോ എല്ലാം വരികയാണെങ്കിൽ നല്ല രീതിയിലുള്ള പുകയോ കാര്യങ്ങളോ ഒക്കെ വരും. ഈ ടൈമിംഗ് ഇടുകയാണെങ്കിൽ ഇപ്പോൾ സാധാരണഗതിയിൽ ഇത്തരം ബെൽറ്റ് വരുന്ന വാഹനങ്ങളിലൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വരുമായിരിക്കും. ഇപ്പോൾ അതായത് ഇപ്പോൾ ഇറങ്ങുന്ന വണ്ടികളിലൊക്കെ ഈ ഒരു പുള്ളിയൊക്കെ സെപ്പറേറ്റ് ഒരു ബോൾട്ടിലും കാര്യത്തിലായിരിക്കും ഫിറ്റ് ചെയ്തേക്കുന്നത്. അതായത് ക്യാമിൻ്റെ സെറ്റ് വേറെ ലോക്ക് വഴി ലോക്ക് ചെയ്തിട്ട് ഈ പുള്ളി ഫ്രീ ആയിട്ടൊക്കെ നമുക്ക് പുള്ളികൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് അത് ഇട്ട് കറക്റ്റ് ചെയ്യാം. അതായത് ഈ ഒരു ബെൽറ്റ് ഇട്ടിട്ട് നമ്മൾ ടെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ നേരത്ത് ഈ പുള്ളികൾ തിരിയാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇതൊക്കെ ഒരല്പം അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം ടൈമിംഗ് ഇടാനായിട്ട്. ടൈമിംഗ് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ടെൻഷൻ ടൈറ്റ് ചെയ്യുമ്പം ഇത് റിട്ടേൺ വന്ന് ഇതിൻ്റെ പൊസിഷനിൽ നിൽക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ടൈമിംഗ് ബെൽറ്റ് കൃത്യമായിട്ട് സീറ്റിംഗ് ആവുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്കിനി വേറെ കാര്യമൊന്നുമില്ല, പഴയ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു എഞ്ചിനെ കുറിച്ച് പറയാനുള്ളതും. നമുക്കിനിയിപ്പം ഈ ഒരു ടൈമിംഗ് ഇടുന്ന വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ ആ വണ്ടിയുടെ ഡീസൽ പമ്പ് നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്, എടുത്തുകൊണ്ട് വന്നിട്ട് സർവീസ് ചെയ്ത് കറക്റ്റ് ചെയ്ത് നമ്മളിതിപ്പം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം 6500 നമുക്ക് ഈ ഒരു ഡീസൽ പമ്പ് സർവീസ് ചെയ്യുന്ന ചിലവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിനിയിപ്പം ബെൽറ്റ് എടുത്ത കാര്യത്തിലോട്ട് കിടക്കാം. ബെൽറ്റ് ഇടുമ്പോഴത്തേക്ക് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ബെൽറ്റിൻ്റെ ടീത്തുകളുടെ എണ്ണമാണ്. കാര്യം വെച്ചാൽ ഈ ടീത്തുകൾ, അതായത് ഇതിൽ വരുന്ന ഈ കട്ടിങ് കണക്ക് വരുന്ന പല്ല് കണക്ക് വരുന്ന ഭാഗമുണ്ടല്ലോ, ഈ ടീത്തുകൾ പഴയ ബെൽറ്റിന് കൃത്യം എണ്ണം ആണോ എന്നുള്ളത് നോക്കണം. കൃത്യമായിട്ട് എണ്ണി നോക്കണം. ഏതെങ്കിലും രീതിയിൽ വ്യത്യാസം വരികയാണെങ്കിൽ നമ്മുടെ വണ്ടിയിൽ മിസ്സിങ്ങോ കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു വലിയ ബെൽറ്റ് വരുന്നത് വെച്ചാൽ 158 ടീത്തും ഈ ഒരു ചെറിയ ബെൽറ്റ് വരുന്നത് വെച്ചാൽ 65 ടീത്തുമായിരിക്കും വരുന്നത്. അപ്പോൾ നമ്മളെ വണ്ടിയുടെ ടൈമിങ്ങിൻ്റെ ഒരു ഭാഗം നോക്കുമ്പോഴത്തേക്ക് ക്യാം ഷാഫ്റ്റിൻ്റെ ടൈമിങ് വരുന്നത് വെച്ചാൽ ഈ ഒരു ആരോ മാർക്കുണ്ട്. ഈ ആരോ മാർക്കിന് നേരെ ഈ ഒരു പോയിന്റ് വരണം. ഈ പോയിന്റ് ഇത് കണക്ക് കൃത്യമായിട്ട് നേരെ വന്ന് നിൽക്കണം. അത് കണക്ക് തന്നെ ഇതിൻ്റെ പമ്പ്, അതായത് FIP ഫ്യൂൽ ഇഞ്ചക്ഷൻ പമ്പ്, ഈ ഒരു പമ്പിൻ്റെ ഈ ഒരു പ്ലേറ്റിൻ്റെ ഭാഗത്തായിട്ടൊരു വെട്ട് കണ്ടോ. ഈ ഒരു വെട്ട് അതിന് നേരെയുള്ള ആ ഒരു ഗിയറിൻ്റെ ഭാഗം ഇതിന് ആരോക്ക് നേരെയായിട്ട് നിൽക്കണം. ഈ ഒരു ഓയിൽ പമ്പ് വരുന്ന ഒരു ഭാഗം, അതായത് ഓയിൽ പമ്പും അത് കണക്ക് തന്നെ ഇതിൻ്റെ ബാലൻസ് വെയിറ്റും കാര്യങ്ങളൊക്കെ വരുന്ന ഈ ഒരു പുള്ളി, അതിൻ്റെ ടൈമിങ് അത് കണക്ക് തന്നെ നമ്മളൊരു ക്രാങ്കിൻ്റെ മെയിൻ ടൈമിങ്. ക്രാങ്കിൽ നേരത്തെ പറഞ്ഞ കണക്ക് 2 ടൈമിങ് വരുന്നുണ്ട്. ഒരെണ്ണം എന്ന് വെച്ചാൽ ചെറിയ ബെൽറ്റും ഒരെണ്ണം വെച്ചാൽ വലിയ ബെൽറ്റുമാണ് വരുന്നത്. ഇത്രയാണ് ഇതിൻ്റെ ടൈമിങ്ങിൻ്റെ വിശേഷം. അത് കൂടാതെ നമ്മൾ ചെറിയ ബെൽറ്റ് വരുന്ന ഒരു ഭാഗമുണ്ട്. ചെറിയ ബെൽറ്റ് വരുന്നത് വെച്ചാൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് ചെറിയ ബെൽറ്റ് വരുന്നത്. ചെറിയ ബെൽറ്റ് വരുന്നത് നേരത്തെ പറഞ്ഞ കണക്ക് വൈബ്രേഷൻ നമ്പർ അല്ലെങ്കിൽ വൈബ്രേഷൻ്റെ ഷാഫ്റ്റാണ് ഇതിൽ വരുന്നത്. ഇതിനിപ്പം നമുക്ക് ടൈമിങ് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ചെറിയ ടൈമിംഗ് ബെൽറ്റ് അങ്ങോട്ട് സെറ്റ് ചെയ്യാം. ചെറിയ ടൈമിംഗ് ബെൽറ്റ് നമ്മൾ ടെൻഷൻ വെക്കുന്നതിന് മുമ്പ് ചെറിയ ടൈം ബെൽറ്റ് ഇതാണ്ട് ഇതിൻ്റെ മാർക്കിംഗ് കറക്റ്റ് വെച്ചേക്കുകയാണ്. ചെറിയ ടൈമിംഗ് ബെൽറ്റ് നമ്മൾ അസംബിൾ ചെയ്യുകയാണ്. ചെറിയ ടൈം ബെൽറ്റ് സെറ്റ് ചെയ്യുമ്പോഴത്തേക്കുള്ള ഈ ബെൽറ്റ് സെറ്റ് ചെയ്യുമ്പോഴുള്ള കാര്യം, നമ്മൾ കറങ്ങുന്ന ആ ഒരു ഭാഗം ടെൻഷൻ വരുന്ന രീതിയിൽ തന്നെയാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇപ്പം ഈ ഒരു ഭാഗത്ത് ടൈമിംഗ് കറക്റ്റ് ചെയ്ത് വെക്കുക, ഈ ഒരു ഭാഗത്ത് ടൈമിംഗ് കൃത്യമായിട്ട് വെക്കുക, ബെൽറ്റ് ഇടുക. ബെൽറ്റ് ഇടുമ്പോഴത്തേക്ക് ഈ ഒരു ഭാഗത്ത് അല്പം ഫ്രീ ആയിട്ടായിരിക്കും ഇട്ടേക്കുന്നത്. കാര്യം നമുക്ക് ടെൻഷനോട് സെറ്റ് ചെയ്യണം. ഈ സെറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഇത് കറക്റ്റ് ആവും. ഇത് കൂടെ കറങ്ങിപ്പോത്തില്ല. ഇതൊരു ചെറിയൊരു അനക്കം വരുന്നുണ്ട് അതിൽ. അതിനനുസരിച്ചാണ് നമ്മളിത് വെക്കുന്നത്. ഒരു ചെറിയതായിട്ടൊന്ന് അഡ്വാൻസ് ചെയ്ത് വെച്ചിട്ടാണ് നമ്മളിത് കറക്റ്റ് ചെയ്യുന്നത്. ഇനി ഇത് നമ്മൾ ടെൻഷൻ റെഡിയാണ്. കുഞ്ഞൊരു ടെൻഷനാണ് വരുന്നത്. ടെൻഷനെല്ലാം പുതിയ സാധനങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എപ്പോഴാണെങ്കിലും ടൈമിംഗ് സെറ്റ് മാറുമ്പോഴത്തേക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ സാധനങ്ങളും പുതിയത് ഉപയോഗിക്കാൻ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കണം. മറ്റ് രീതിയിലുള്ള, അതായത് വേറെ രീതിയിലുള്ള സാധനങ്ങളൊന്നും ഇട്ട് നമുക്ക് അല്ലെങ്കിൽ ഒന്നും ഇട്ടിട്ട് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മളിപ്പം ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഈ രീതിയിൽ ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ഇത് ജസ്റ്റ്, ഇതിപ്പം ഓവൽ ഷേപ്പിലുള്ള ഒരു സെറ്റപ്പാണ് ഇതിൽ വരുന്നത്. ഈ ഓവൽ ഷേപ്പിലുള്ള സെറ്റപ്പ് നമ്മൾ കറക്റ്റ് ചെയ്ത് ഇതിൻ്റെ ടെൻഷൻ കറക്റ്റ് ചെയ്ത് നോക്കും. ഈ ഒരു ടെൻഷൻ കണ്ടോ, ഇതൊക്കെ കറക്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമ്മൾ ഈ ഒരു പുള്ളിയുടെ ആ ഒരു ഓവൽ ഷേപ്പിലുള്ള ബോൾട്ട്, അതായത് ഇവിടെ ഇപ്പം അഡ്ജസ്റ്റ് ചെയ്ത് സ്ക്രൂ ഡ്രൈവർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഇതിപ്പം കറങ്ങി വരും. നമ്മൾ ഈ ഒരു ബോൾട്ട് നല്ല രീതിയിൽ മുറുക്കും. ഈ ബോൾട്ട് മുറുക്കുമ്പോഴത്തേക്ക് ഇതിൽ ത്രെഡ് ലോക്കർ യൂസ് ചെയ്യാറുണ്ട്. കൃത്യമായിട്ട് അതിനൊക്കെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇത് ലൂസായി പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് ത്രെഡ് ലോക്കർ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. നമ്മളിപ്പം ഈ ഒരു ചെറിയ ടൈമിംഗ് ബെൽറ്റ് ഇട്ടേക്കാണ്. ഇപ്പം ഇതിൻ്റെ ടൈമിങ്ങിൻ്റെ ഒരു ഭാഗം ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. ഈ ഒരു ആരോ മാർക്ക് കൃത്യമായിട്ട് ഈ ഒരു വെട്ടിൻ്റെ നേരെയാണ് നിൽക്കുന്നത്. അത് കണക്ക് തന്നെ ഇവിടെ വരുന്ന ആ ഒരു മാർക്കിങ്ങും ഈ ബോൾട്ടിന് നേരെയുള്ള ഈ ഒരു മാർക്കിന് നേരെയാണ് നിൽക്കുന്നത്.
അപ്പോൾ നമ്മളെ വണ്ടിയുടെ ചെറിയ ബെൽറ്റ് ഇട്ടിട്ടുണ്ട്. ഈ ഒരു ചെറിയ ബെൽറ്റ് ഇടുമ്പോൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ നേരത്തെ വീഡിയോയിലും പറഞ്ഞ കണക്ക് തന്നെ ഈ ഒരു വൈബ്രേഷൻ ഡാമ്പറിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു വൈബ്രേഷൻ ഷാഫ്റ്റിൻ്റെ ഈ ഒരു മാർക്കിംഗ് ഉണ്ടല്ലോ, ഈ മാർക്കിംഗ് കൃത്യമായിട്ട് ഈ ഒരു വെട്ടിൻ്റെ നേരെ തന്നെ നിൽക്കാൻ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് മെയിൻ ബെൽറ്റ് ഇടാം. മെയിൻ ബെൽറ്റ് ഇടുമ്പോൾ ഉള്ള കാര്യം വെച്ചാൽ നമ്മൾ ഈ ഒരു പുള്ളിയൊക്കെ ഒരല്പം ലെഫ്റ്റും റൈറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഇടുന്നത്. കാര്യം വെച്ചാൽ ബെൽറ്റ് ഇട്ട് ടെൻഷൻ വെച്ച് ടൈറ്റ് ചെയ്യുമ്പോഴത്തേക്ക് വരുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ലെഫ്റ്റോ റൈറ്റോ ചെറിയ രീതിയിൽ മാർക്കിംഗ് വ്യത്യാസം വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന പരിപാടിയാണിത്. അപ്പോൾ നമുക്ക് വലിയ ബെൽറ്റ് ഇടാം. അപ്പോൾ നമ്മളെ വണ്ടിയുടെ മെയിൻ ടൈമിംഗ് ബെൽറ്റ് ഇടാൻ പോവുകയാണ്. മെയിൻ ടൈമിംഗ് ബെൽറ്റ് ഇടുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഒരു പമ്പിലും അത് കണക്ക് തന്നെ താഴത്തെ ഒരു പുള്ളിയിലൊക്കെ നമ്മൾ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് വെക്കാറുണ്ട്. നമുക്കിനി ബെൽറ്റ് ഇടാം. ഇവിടെ നമ്മൾ ഈ താഴത്തെ പുള്ളിയിൽ ടൈമിങ് ചെറിയ രീതിയിൽ മാർക്ക് മാറ്റിയാണ് വെക്കുന്നത്. ഇനി ടൈറ്റ് ചെയ്യുമ്പം അത് ഓട്ടോമാറ്റിക്കലി അത് കറക്റ്റ് ആയിക്കോളും. ഈ കാണുന്ന കണക്ക് ഇപ്പം ടൈമിങ് നിൽക്കുന്നുണ്ടോ, ടൈമിങ് ഒരല്പം മാറ്റിയാണ് ഇട്ടേക്കുന്നത്. ഇവിടെ ഈ പുള്ളിയിൽ ടൈമിങ് ഒരല്പം മാറ്റിയാണ് ഇട്ടേക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ടൈമിങ്ങിൻ്റെ ഈ ഒരു ആരോ വന്നേക്കുന്നത്. നമ്മളിത് അഡ്ജസ്റ്ററിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നത്, ഈ ഒരു അഡ്ജസ്റ്ററിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ നേരത്ത് ഇത് കറക്റ്റ് ആവും. നമുക്കിനി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. ഈ ഒരു ടെൻഷനുണ്ട് ബോൾട്ട്. ഇപ്പോൾ ഈ ഭാഗത്ത് നോക്കാൻ നേരത്തെ ഇവിടെ ത്രെഡ് മാത്രമായിട്ടായിരിക്കും കാണുന്നത്. ഇതിപ്പോൾ ആദ്യമായിട്ട് ഇളക്കുന്ന ഒരാൾ വിചാരിക്കും ഇതിൻ്റെ ബോൾട്ടോ മറ്റോ കണ്ട് ഊരിപ്പോയതാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ബോൾട്ടും കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു എഞ്ചിൻ്റെ പിൻഭാഗത്തായിട്ടാണ് വരുന്നത്. ഇതാണ് ഈ കാണുന്നതാണ് ഇതിൻ്റെ ബോൾട്ട് വരുന്നത്. ടെൻഷൻ്റെ ബോൾട്ട് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഈ ഒരു ബോൾട്ട് ഇളക്കി, അതായത് ലൂസ് ചെയ്താണ് നമ്മൾ ഈ ഒരു ടെൻഷനർ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു ടെൻഷനർ അഡ്ജസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു സ്പ്രിങ്ങിൻ്റെ ലോഡിലാണ്. സ്പ്രിങ്ങിലിപ്പം ഇതിപ്പോൾ ലോഡായിട്ടിരിക്കുകയാണ്, ഈ ഒരു ഭാഗത്തായിട്ട് ലോഡായിട്ടിരിക്കുകയാണ്. ഇതിപ്പം ആ ഒരു ബോൾട്ട് ലൂസാക്കുന്നതോടുകൂടി ഇത് ഓട്ടോമാറ്റിക്കലി ടെൻഷൻ ആയിട്ട് കറക്റ്റായിട്ട് സീറ്റിംഗ് ആവും. അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിടാം. കണ്ടോ, അതിൻ്റെ ആ ഒരു കൃത്യമായിട്ട് ഒരു ഭാഗത്തേക്ക് ഇതിപ്പം ടെൻഷനായിട്ടിരിക്കുകയാണ്. ഈ ഒരു ഭാഗം നോക്കുകയാണെങ്കിൽ ടൈമിംഗ് ഒക്കെ ഓട്ടോമാറ്റിക്കലി കറക്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ മാറ്റി അഡ്ജസ്റ്റ് ചെയ്താണ് വെച്ചിരുന്നത്. ഈ ഒരു ഭാഗത്തെ ടൈമിങ്ങും കൃത്യമായിട്ടിരിക്കുകയാണ്. കണ്ടോ, ഈ ആരോടെ നേരെയാണ് ഈ ഒരു ഭാഗം വരുന്നത്. ഈ ഒരു ഇന്ധൻ്റെ നേരെ, അതായത് ഈ ഒരു മാർക്കിൻ്റെ നേരെയാണ് ഈ ഒരു ആരോ വരുന്നത്. പമ്പിൻ്റെ ഈ ഒരു ആരോടെ നേരെ തന്നെയാണ്. കണ്ടോ, ഈ ഒരു ആരോടെ നേരെ തന്നെയാണ് ഈ ഒരു മാർക്കിങ് വരുന്നത്. അത് കണക്ക് തന്നെ ഈ വൈബ്രേഷൻ ഡാമ്പറിൻ്റെ ഈ ഒരു ആരോടെ മാർക്കിൻ്റെ നേരെയാണ് ഈ ഒരു ഭാഗവും വരുന്നത്. പിന്നെ നമ്മൾ എഞ്ചിൻ്റെത് അത് കണക്കിന് ഇരിക്കുകയാണ്, മാറിയിട്ടൊന്നുമില്ല. ഇതിൻ്റെ ടെൻഷനൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇപ്പം ടൈമിംഗ് എല്ലാം കറക്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ടൈമിംഗ് എല്ലാം കറക്റ്റാണെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം പിൻഭാഗത്ത് ആ ഒരു ബോൾട്ട് നമ്മൾ ടൈറ്റ് ചെയ്യണം. അതായത് ഈ ഒരു ടെൻഷനുണ്ട് ബോൾട്ട് ടൈറ്റ് ചെയ്യണം. നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് ആ ടെൻഷൻ സെറ്റ് ചെയ്യണം. സെറ്റ് ചെയ്തു നല്ല രീതിയിൽ വലിച്ചു മുറുക്കണം. ആ ഒരു ടൈമിങ്ങിൻ്റെ ഭാഗമൊക്കെ കറക്റ്റ് ആണോ എന്ന് മൊത്തം ഒന്ന് ഓൾറൗണ്ട് ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മൊത്തം ടൈമിങ്ങിൻ്റെ ആ ഗിയറും കാര്യങ്ങളൊക്കെ ഇട്ടേക്കുന്നത് എല്ലാം കറക്റ്റ് ആണോ എന്ന്, അതായത് ഇതിൻ്റെ പോയിന്റ് കറക്റ്റ് ചെയ്താണോ വെച്ചേക്കുന്നത് മൊത്തം ഒന്ന് ഓൾറൗണ്ട് ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു എഞ്ചിൻ കറക്കി നോക്കാൻ പോവുകയാണ്. ഇപ്പം 3-4 പ്രാവശ്യത്തിൽ കൂടുതൽ കറക്കിയാൽ മാത്രമേ ഇത് പിന്നെ പഴയ കണക്ക്, അതായത് ടൈമിങ് ഈ ഒരു ഓർഡറിൽ തന്നെ വരുള്ളൂ. അപ്പം നമുക്ക് എഞ്ചിനൊന്ന് കറക്കാം. നമ്മളിപ്പോൾ എഞ്ചിൻ ധാരാളം പ്രാവശ്യം കറക്കി നോക്കി. ഇതിപ്പം കറക്കി നോക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഏതെങ്കിലും രീതിയിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടോ, അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളിട്ട ടൈമിങ്ങിൻ്റെ പ്രശ്നം കൊണ്ടോ ഏതെങ്കിലും രീതിയിലൊക്കെ വാൽവ് എന്തെങ്കിലും പിസ്റ്റണിൽ ഇടിക്കുന്നുണ്ടോ എന്നുള്ളതും, അതിനൊക്കെ എഞ്ചിന് കറങ്ങാൻ വേണ്ടി എന്തെങ്കിലും പ്രയാസം കാണിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ടൈമിങ് ഒന്ന് നല്ല രീതിയിൽ കറക്കി നോക്കുന്നത്. നമ്മളിപ്പം ധാരാളം പ്രാവശ്യം, എനിക്ക് തോന്നുന്നൊരു 8 പ്രാവശ്യമെങ്കിലും കറക്കണം അല്ലേ എഞ്ചിൻ, 7-8ഓളം പ്രാവശ്യം നമ്മൾ എഞ്ചിൻ ഇറക്കിയിട്ട് നമ്മൾ വീണ്ടും ടൈമിങ് കൃത്യമായിട്ട് വെച്ചേക്കുകയാണ്. ഈ ഒരു ക്യാമിൻ്റെ ഈ ഒരു പോയിൻ്റ് ആ കൃത്യമായിട്ടുള്ള ആ ഒരു ആരോഗ്യ നേരെ തന്നെയാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ നമ്മളെ വണ്ടിയുടെ പമ്പിൻ്റെ ആ ഒരു പോയിൻറ്റും കൃത്യമായിട്ട് ആരോഗ്യ നേരെ തന്നെയാണ് നിൽക്കുന്നത്. അത് കണക്ക് നമ്മൾ ഓയിൽ പമ്പിൻ്റെതും ക്രാങ്ക് ഷാഫ്റ്റിൻ്റെതും ഈ ഒരു ചെറിയ വൈബ്രേഷൻ്റെ ആ ഒരു ഡാമ്പറിൻ്റെയും എല്ലാം ഇത് കണക്ക് തന്നെയാണ് നിൽക്കുന്നത്. ഇനി ബെൽറ്റിന് ഏതെങ്കിലും രീതിയിൽ ലൂസോ മറ്റെന്തെങ്കിലും വിഷയം ഉണ്ടോ എന്ന് നോക്കുക. എല്ലാ ചുറ്റുമുള്ള എല്ലാ ബോൾട്ടുകളും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. നമ്മൾ ഓൾറെഡി മുറുക്കി വെച്ചേക്കുന്നതാണ്, എന്നാലും ഒന്ന് ചെക്ക് ചെയ്യുക.
അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു വണ്ടിയുടെ ടൈമിങ്ങിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ വരുന്നത്. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ് സംഭവം വരുന്നത് വെച്ചാൽ ഇതിൽ വണ്ടിയിൽ നിർത്തി ചെയ്യുമ്പോഴത്തേക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. നമ്മളിപ്പം ഈ കണക്ക് അത്ര ഭയങ്കര എളുപ്പമായിരിക്കത്തില്ല. നമുക്ക് ഈ ഒരു ടൈമിംഗ് ഇടുന്നതിനായിട്ട് സ്പേസിൻ്റെ സ്ഥലത്തിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാം പ്രയോജനപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.